ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ശ്രീ ലളിതാ സഹസ്രനാമത്തിലെ 18, 19 ശ്ലോകങ്ങളാണ് ഇന്ന് സ്മരിക്കുന്നത്. ഇന്ദ്രഗോപരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക ഗൂഢഗുദ്ഭ കൂർമ്മപൃഷ്ട ജയിഷ്ണു പ്രഭദാന്വിത നഖധീധിതി സംഛന്ന നമജ്ജന തമോഗുണ പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ. ആദ്യത്തെ നാമം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘിക. ഇന്ദ്രഗോപങ്ങളാൽ, ഇന്ദ്രഗോപം എന്ന് പറയുമ്പോൾ മിന്നാമിനുങ്ങ് എന്നാണ് അർത്ഥം. പിന്നെ നല്ല മെഴുമെഴുപ്പും ചുവപ്പ് നിറവുമുള്ള ഒരുതരം പുഴുക്കൾ എന്നും പറയുന്നുണ്ട്. അത് മഴക്കാലത്തിന് ശേഷം ഒരുപാട് കാണുന്നതാണ്. അങ്ങനെ ഇന്ദ്രഗോപങ്ങളാൽ, മിന്നാമിന്നുകളാൽ ആവൃതമായ അല്ലെങ്കിൽ മൂടപ്പെട്ട കാമദേവൻ്റെ അമ്പുതീരാത്ത ആവനാഴി പോലെ ശോഭിക്കുന്ന കണങ്കാലോടു കൂടിയവൾ. കാമദേവൻ്റെ ആവനാഴിയുടെ ആകൃതിയാണ് ദേവിയുടെ കണങ്കാലുകൾക്ക്. ജംഘിക, ജംഘകൾ, കണങ്കാൽ, മുഴങ്കാൽ, വണ്ണക്കുടം, കാൽവണ്ണ എന്നെല്ലാം പറയുന്നു. അങ്ങനെ ആ കാൽവണ്ണയുടെ സൗന്ദര്യം പറയുകയാണ്. കാമദേവൻ്റെ ആവനാഴി പോലെ മനോഹരമാണ്. തൂണം എന്നാൽ ആവനാഴി എന്നർത്ഥം. സ്മരൻ കാമദേവൻ. അപ്പോൾ സ്മരൻ്റെ, കാമദേവൻ്റെ തൂണം, ആവനാഴി. ആ ആവനാഴി പരിക്ഷിപ്തമാണ്. പരിക്ഷിപ്തം, പൊതിഞ്ഞിരിക്കുന്നു. പരിക്ഷിപ്തം എന്തിനാൽ പൊതിഞ്ഞിരിക്കുന്നു? മിന്നാമിന്നുകളാൽ പൊതിഞ്ഞ മട്ടിൽ അരുണവർണം കൊണ്ട് തിളങ്ങുന്നു. കാമദേവൻ്റെ ആവനാഴിയുടെ ആ കാന്തി, അത് അത്രയ്ക്ക് അന്യാദൃശമാണ്. ദേവിയുടെ കണങ്കാലിൻ്റെ ആഭയും ശോഭയും കാന്തിയും സൗന്ദര്യവും. ജംഘകളുടെ ആകൃതി, ആവനാഴിയുടെ ആകൃതി ഒരുപോലെ. അങ്ങനെ അമ്മയുടെ സൗന്ദര്യ വർണ്ണനകളാണ് നമ്മൾ ഇത്രയും നാമങ്ങളിലൂടെ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്. അങ്ങനെ മഹാസൗന്ദര്യമൂർത്തിയായിട്ടുള്ള ദേവിക്ക് നമസ്കാരം. ഓം ഇന്ദ്രഗോപ പരിക്ഷിപ്ത സ്മരതൂണാഭ ജംഘികായൈ നമ. അടുത്ത നാമം ഗൂഢഗുദ്ഭ. കാൽ നെരിയാണികൾ മറഞ്ഞിരിക്കുന്നവൾ. ദേവിയുടെ കാലിൻ്റെ നെരിയാണി അല്ലെങ്കിൽ ഉപ്പുറ്റി മറഞ്ഞിരിക്കുകയാണ്. അത് രണ്ടർത്ഥത്തിൽ പറയുന്നുണ്ട്. ദേവിയുടെ നെരിയാണി വളരെ മാംസളമായതാണ്. അതിനാൽ എല്ല് തെളിഞ്ഞു കാണില്ല. എല്ലുന്തിയ നെരിയാണിയല്ല. അതുകൊണ്ട് അത് ഗൂഢമാണ്. ഗുദ്ഭ എന്ന് പറയണം. പലരും അത് തെറ്റി ഗൂഢഗുൽഫ എന്ന് പറയാറുണ്ട്. അത് ഗൂഢഗുദ്ഭ എന്ന് പറയണം. ഇങ്ങനെ മാംസളമായ ഉപ്പുറ്റി അല്ലെങ്കിൽ നെരിയാണി ദീർഘമംഗല്യത്തിൻ്റെ ലക്ഷണമാണ്. കാമേശ്വരനിൽ നിന്ന് പിരിയാത്ത ദേവിയുടെ നെരിയാണിയാണ് അതിസുന്ദരം. ഉപ്പുറ്റിയുടെ സൗന്ദര്യമാണ് ഇവിടെ വർണ്ണിച്ചത്. തന്നെയുമല്ല, ദേവിയുടെ ചുമന്ന പട്ട് വസ്ത്രങ്ങളുടെ തുമ്പിനാലും
ദേവിയുടെ ഉപ്പിറ്റി മറയപ്പെട്ടിരിക്കുന്നു എന്നും കൂടി ഒരു സൂചനയുണ്ട്. അങ്ങനെ കാൽനെരിയാണികൾ മറഞ്ഞിരിക്കുന്നവൾ, അങ്ങനെ ഇരിക്കുന്ന സുന്ദരിയായ അമ്മയ്ക്ക് നമസ്കാരം. ഓം ഗൂഢഗുഡ്ഭായേ നമ. അടുത്ത നാമം കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രഭദാന്വിത. കൂർമ്മപൃഷ്ഠജയിഷ്ണു പ്രഭദാന്വിത. കൂർമ്മം ആമ. ആമയുടെ പൃഷ്ഠം, മുതുക്. ആമയുടെ പൃഷ്ഠത്തെയും അല്ലെങ്കിൽ മുതുകിനെയും ജയിക്കുന്ന വിധത്തിൽ വടിവൊത്ത് മിനുസമാർന്ന പുറം കാലുകൾ. പാദത്തിൻ്റെ പുറം വടിവാണ് പറയണത്. പ്രഭദ ശോഭ, പ്രഭദം, അങ്ങനെയുള്ള ശോഭയോടുകൂടിയവൾ. പ്രഭദാന്വിത, പുറം വടിവ്, പുറം കാലുകളുടെ സൗന്ദര്യം വർണ്ണിക്കുന്നു. പക്ഷേ അത് ജയിഷ്ണു എന്ന് പറഞ്ഞാൽ ജയശീലമുള്ള പ്രഭദ, പുറം വടിവ്, പാദം. അമ്മയുടെ പാദത്തിന് ജയിച്ചേ ശീലമുള്ളൂ. ജയിഷ്ണു ആണ്. മുകൾ ഭാഗം ഉയർന്നിരിക്കുന്നു പാദത്തിൻ്റെ. അത് ലക്ഷണശാസ്ത്രമാണ്. അപ്പോൾ എവിടെ അമ്മ ഉണ്ടോ, അമ്മയുടെ പാദങ്ങൾ എവിടെ വയ്ക്കുന്നുവോ അവിടെ വിജയം മാത്രമേയുള്ളൂ. ആരാണോ അമ്മയുടെ പാദസ്മരണ നടത്തുന്നത്, ആരാണോ അമ്മയെ സമാശ്രയിക്കുന്നത്, അവർക്ക് വിജയം മാത്രമേയുള്ളൂ. അങ്ങനെ കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രഭദാന്വിത, എന്നും ജയം മാത്രമേ ഉള്ള അമ്മയുടെ പാദത്തെ ആശ്രയിക്കുക, അനുസന്ധാനം ചെയ്യുക. അങ്ങനെയുള്ള അമ്മയ്ക്ക് നമസ്കാരം. ഓം കൂർമ്മപൃഷ്ഠ ജയിഷ്ണു പ്രഭദാന്വിതായേ നമ. അടുത്ത നാമം നഖദീഥിതി സംഛന്ന നമജ്ജന തമോ ഗുണ. ഒറ്റ നാമാണ്. പദങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. നമ്മൾ സ്തോത്രം ചൊല്ലുമ്പോൾ പിരിക്കൊന്നും പാടില്ല. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുമ്പോൾ അത് ആ ഭാവം മനസ്സിലാക്കിയിട്ട് വേണം ഉൾക്കൊള്ളാനായിട്ട്. നഖദീഥിതി സംഛന്ന നമജ്ജന തമോ ഗുണ. നമജ്ജനങ്ങളുടെ തമോ ഗുണങ്ങളെ സംഛന്നമാക്കുന്ന എന്ന് പറഞ്ഞാൽ മറയ്ക്കുന്ന നഖദീഥിതിയോടുകൂടിയവൾ. ആരാണോ അമ്മയെ നമസ്കരിക്കുന്നത്, തന്നെ നമസ്കരിക്കുന്ന ജനങ്ങളുടെ അജ്ഞാനത്തെ ദൂരീകരിക്കാൻ തക നഖശോഭയുള്ളവൾ. അതാണ് നാമം പറയുന്നത്. ആരാണോ തൻ്റെ പാദങ്ങളെ സമാശ്രയിക്കുന്നത്, അതാണ് നമജ്ജന, തന്നെ നമസ്കരിക്കുന്ന ജനങ്ങളുടെ തമസ്സിനെ, അജ്ഞാനത്തെ ദൂരീകരിക്കുകയാണ്. സംഛന്ന, ദൂരീകരിക്കാൻ തക്ക കഴിവ് ഇവിടെ നഖകാന്തിയാണ് പറയുന്നത്, നഖത്തിൻ്റെ ശോഭ. അപ്പോൾ അമ്മയുടെ നഖത്തിൽ നിന്നും പ്രകാശകിരണങ്ങൾ, ജ്ഞാനകിരണങ്ങൾ പ്രവഹിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ നഖങ്ങളിൽ നിന്നും ഉതിരുന്ന കിരണങ്ങളുടെ പ്രഭയാൽ അജ്ഞാനമില്ലാതാവുന്നു. അതാണ് മനസ്സിലാക്കേണ്ടത്. ആപദിം കിം കരണീയം എന്ന് ചോദിക്കുമ്പോൾ അമ്മയുടെ പാദങ്ങളെ സമാശ്രയിക്കൂ എന്നാണ് ഉത്തരം കിട്ടുക. അജ്ഞാനമില്ലാതാവുന്നു. ദേവിയുടെ പാദപൂജ എല്ലാ അജ്ഞാന തിമിരത്തെയും ഇല്ലായ്മ ചെയ്യുന്നു. നമജ്ജനം എന്ന് പറയുന്നത് നമിക്കുന്നവർ. വാസ്തവത്തിൽ ദേവിയുടെ പാദം ദർശിച്ച് നേരിൽ തല വെച്ച് നമസ്കരിക്കാനുള്ള ഭാഗ്യം സാമാന്യ ജനങ്ങൾക്ക് അലഭ്യമാണ്. അത്ര എളുപ്പമല്ല. മാനസമായിട്ട് ചെയ്യാം,
കാരണം അമ്മയുടെ പാദം ദർശിക്കാൻ സാധാരണക്കാരന് സാധിക്കില്ല. എന്നാൽ ഇവിടെ സൂചിപ്പിക്കുന്നത് ബ്രഹ്മ വിഷ്ണു ദേവന്മാർ, അവരെ ഉദ്ദേശിച്ചിട്ടാണ് അമ്മയുടെ പാദത്തിൽ ആരാണോ നമസ്കരിക്കുന്നത് അവരുടെ തമസ്സിനെ അമ്മ മാറ്റുന്നു എന്ന് പറയുന്നു. ആ അർത്ഥം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട് എങ്കിൽ പോലും നമ്മൾ സാധാരണക്കാരായ മക്കൾ അമ്മയുടെ പാദത്തിൽ മനസ്സുകൊണ്ട് ശിരസ്സർപ്പിച്ചാൽ തീർച്ചയായിട്ടും നമ്മളുടെ അജ്ഞാനത്തെ, അവിവേകത്തെ, വ്യാധികളെ, വ്യഥകളെ എല്ലാം അമ്മ ദൂരീകരിക്കുന്നതാണ്. അമ്മയുടെ പാദം സമാശ്രയിക്കൂ എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ് ഇവിടെ നമുക്ക് ലഭ്യമാകുന്നത്. അവരുടെ മനോമാലിന്യങ്ങളെ പോലും ദേവി മാറ്റിക്കളയുന്നു. ദേവിയുടെ പാദ ദർശനം, ദേവിയുടെ പാദസ്പർശനം തീർച്ചയായിട്ടും മനോമാലിന്യങ്ങളെപ്പോലും, വ്യഥകളെ, ആധികളെ, ദുഃഖങ്ങളെ, ചഞ്ചലമായ അവസ്ഥകളെ എല്ലാം മാറ്റിക്കളയാണ്, പ്രകാശം നിറയ്ക്കുകയാണ് മനസ്സിൽ. കാരണം ആ പ്രകാശകിരണങ്ങൾ വന്ന് ചേരുന്നത്, ഉത്ഭവിക്കുന്നത് ദേവിയുടെ കാൽ നഖങ്ങളിൽ നിന്നാണ്. കാൽ നഖ ഇന്ദു കിരണങ്ങളാണ് കാരുണ്യ വർഷമായി നമ്മളിൽ എത്തുന്നത് എന്ന് മനസ്സിലാക്കാം. ഓം നഖദീധിതി സംഛന്ന നമജ്ജന തമോഗുണായൈ നമ. ഓം ശ്രീ മഹാദേവിയൈ നമ. വേറെയും പറയുന്നുണ്ട്, ദേവന്മാരുടെ ദേവന്മാരുടെ കിരീടങ്ങളുടെ ശോഭ പോലും രണ്ടാംകിടയാവുകയാണ്, നിഷ്പ്രഭമായി പോവുകയാണ് ദേവിയുടെ നഖശോഭയിൽ. അങ്ങനെ മഹത്താണ്. അങ്ങനെയുള്ള ദേവിക്ക് നമസ്കാരം. അടുത്ത നാമം പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ. പദദ്വയപ്രഭാജാല പരാകൃത സരോരുഹ. സരോരുഹം താമരപ്പൂവ്. സരസീരുഹങ്ങളെ അല്ലെങ്കിൽ താമരപ്പൂവിനെ പോലും പരാകൃതമാക്കുന്നു, പരാജയപ്പെടുത്തുന്നു. അങ്ങനെയുള്ള പദദ്വയത്തിൻ്റെ പ്രഭാജാലത്തോടു കൂടിയവൾ അമ്മ. താമരപ്പൂവിൻ്റെ ആ സൗന്ദര്യത്തെ പോലും കീഴ്പ്പെടുത്തുകയാണ്, നിസാരവൽക്കരിക്കുകയാണ് അമ്മയുടെ പാദദ്വയത്തിൻ്റെ പ്രഭ, ശോഭ, സൗന്ദര്യം. അങ്ങനെയുള്ള ദേവി ശ്രീ മഹാദേവി. ദേവിയുടെ പദദ്വയങ്ങളുടെ തേജസ്സിൽ താമരപ്പൂവ് പോലും തോൽക്കുന്നു എന്നതിൻ്റെ അർത്ഥം താമരപ്പൂക്കളേക്കാൾ ശോഭയും സൗന്ദര്യവും ആർദ്രവവും ദേവിയുടെ പാദങ്ങൾക്കുണ്ട് എന്നാണ്. ചെന്താമരയുടെ വർണ്ണശോഭ പോലും പിന്തള്ളപ്പെടുന്നു ദേവിയുടെ പാദകാന്തിയിൽ. അത്രയ്ക്ക് മനോഹരമായ ആ പാദപത്മങ്ങളെ നമുക്ക് സമാശ്രയിക്കാം. പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹായൈ നമ.